ഹായ് ഹലോ. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. 2 ആഴ്ചത്തേക്ക് ഇത് മാത്രം മതിയെ ചോറുണ്ണാനേ. അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ 1 കിലോ ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2.5 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഉപ്പും മുളക് പൊടിയൊക്കെ അതിൽ പിടിക്കുന്ന വിധത്തിൽ എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അല്പം വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു 5-6 വിസിലടിച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബീഫ്. ഇപ്പോൾ ഇതാ വേവിച്ച് വെച്ച ബീഫ് നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, കട്ടിയായി പോവും. ഒരു ഇച്ചിരി സോഫ്റ്റ് ആകുന്ന വിധത്തിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ മൊത്തം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു വലിയ അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ മൂത്ത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പൊടികളായിട്ട് 2.5 സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം കായപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ആ പച്ച ഇതൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വിനാഗിരിയാണ്. വിനാഗിരി 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചൂടായി നല്ല കുറുകി വന്നിട്ടുണ്ട് അച്ചാർ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ ഇതാ അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വെച്ച് കൂട്ടാവേ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒത്തിരി ചാറ് പോലെ വേണമെങ്കിൽ വിനാഗിരി തന്നെ ചേർത്ത് കൊടുക്കണേ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി വിനാഗിരി ചേർക്കാതെ 1/4 കപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ അച്ചാർ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതി, മറ്റ് കറിയൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇതാ അങ്ങനെ മുഴുവനായിട്ടും കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.